ഈ കൊടും ചൂടിനൊന്ന് തണുപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് മേക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ആകെ 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പൊട്ടുവെള്ളരിയാണ്. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാൻ അടുത്തുള്ളൊരു ഫ്രൂട്ട് ഷോപ്പിലാണ് പോയത്. പൊട്ടുവെള്ളരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ആദ്യം നമ്മളതൊന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലിട്ട് നല്ലോണം കയ്യിലുകൊണ്ട് നല്ലോണം ഉടയ്ക്കണം. ഉടച്ചതിന് ശേഷം അതിലേക്ക് പാല്, പഞ്ചസാര, ബൂസ്റ്റ്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഇത്രയും മതി കേട്ടോ. ഞാനാണെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ചൂടായതുകൊണ്ട് അമ്മയുടെ ഒരു നൈറ്റിയൊക്കെയാണ് എടുത്തിട്ടേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കുടിക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ഇതിരിക്കും തോറും ഇതിൽ ചെറിയൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് തണുപ്പിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. ബൂസ്റ്റിനോട് തീരെ താല്പര്യമില്ലെങ്കിൽ പാലും പഞ്ചസാരയും മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പൊട്ടുവെള്ളരിക്ക് ഏറ്റവും ഡിമാൻഡ് കൂടിയ സമയമാണ് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോഴും പൊട്ടുവെള്ളരിയും തണ്ണിമത്തങ്ങയൊക്കെ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ പൊട്ടുവെള്ളരിന് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നെക്സ്റ്റ്